എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC വരുന്ന പരീക്ഷയ്ക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം. ഓപ്ഷൻ എ ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം. പുതുതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പാറ്റേൺ. പുതുതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പാറ്റേൺ. ഓപ്ഷൻ എ 5+3+3+4. 5+3+3+4 പുതുതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പാറ്റേൺ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ ഡി പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ കായലുകളുടെ എണ്ണം. കേരളത്തിലെ കായലുകളുടെ എണ്ണം. ഓപ്ഷൻ സി 34. കേരളത്തിൽ 34 കായലുകളാണുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. ഓപ്ഷൻ ബി പാമ്പാർ. പാമ്പാറാണ് തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. വന്ദേമാതരം എന്ന ഗാനത്തിൻ്റെ രചയിതാവ്. വന്ദേമാതരം എന്ന ഗാനത്തിൻ്റെ രചയിതാവ്. ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം എന്ന ഗാനത്തിൻ്റെ രചയിതാവ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി പെരിയാർ. പെരിയാറിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഓപ്ഷൻ ബി ക്രിസ്തുമസ് രോഗം. ക്രിസ്തുമസ് രോഗം എന്നതാണ് ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര്. അരുണരക്താണുക്കളിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്ന സസ്തനി ഏതാണ്? അരുണരക്താണുക്കളിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്ന സസ്തനി ഏതാണ്? ഓപ്ഷൻ സി ഒട്ടകം. ഒട്ടകമാണ് അരുണരക്താണുക്കളിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്ന സസ്തനി. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഏതാണ്? രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഏതാണ്? ഓപ്ഷൻ സി ഹീമോസയാനിൻ. ഹീമോസയാനിനാണ് രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക. നോർമൽ ടൈഡൽ വോളിയം എത്രയാണ്? നോർമൽ ടൈഡൽ വോളിയം എത്രയാണ്? ഓപ്ഷൻ ബി 500 ml. 500 ml ആണ് നോർമൽ ടൈഡൽ വോളിയം. ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്ര ശതമാനമാണ്? ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 21%. ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് 21%. ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ്? ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ
0.03%. ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ്? നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 5%. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് 5%. ശ്വാസകോശത്തിലെ വാതകവിനിമയം നടക്കുന്നത് എവിടെയാണ്? ശ്വാസകോശത്തിലെ വാതകവിനിമയം നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആൽവിയോളയിൽ. ശ്വാസകോശത്തിലെ വാതകവിനിമയം നടക്കുന്നത് ആൽവിയോളയിലാണ്. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണം. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണം. ഓപ്ഷൻ എ സ്പൈറോമീറ്റർ. സ്പൈറോമീറ്ററാണ് ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണം. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം. ഓപ്ഷൻ എ ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് ആണ് തന്നിരിക്കുന്നതിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ. ഓപ്ഷൻ എ അസ്ഫിക്സിയ. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥയാണ് അസ്ഫിക്സിയ. ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഉച്ചരിത വൃഷ്ടി. ഉച്ചരിത വൃഷ്ടി എന്നാണ് ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ അറിയപ്പെടുന്നത്. ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങളുണ്ട്? ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങളുണ്ട്? ഓപ്ഷൻ സി 6. ഇന്ത്യൻ പൗരന് 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ രൂപവത്കരണത്തിന് പ്രചോദനമായ ഭരണഘടനാ അനുച്ഛേദം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ രൂപവത്കരണത്തിന് പ്രചോദനമായ ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ സി 21. ഭരണഘടനാ അനുച്ഛേദം 21 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ രൂപവത്കരണത്തിന് പ്രചോദനമായ ഭരണഘടനാ അനുച്ഛേദം. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദിയേത്? നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദിയേത്? ഓപ്ഷൻ ബി കോസി. കോസി നദിയാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി. കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത്. കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത്. ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത്. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി. ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി. മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്. മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്. ഓപ്ഷൻ ഡി ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്. മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം. മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം. ഓപ്ഷൻ ഡി മാഹി. മാഹിയാണ് മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 1ാം ഉച്ചകോടി നടന്നത് എവിടെ? ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 1ാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്?
ഓപ്ഷൻ ബി ബെൽഗ്രേഡ്. ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ? ഓപ്ഷൻ എ കൊൽക്കത്ത. ഇന്ത്യയിൽ കൊൽക്കത്തയിലാണ് ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. ഓപ്ഷൻ ബി സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. ഓപ്ഷൻ ഡി അയഡിൻ. അയഡിനാണ് തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ ബി അനുച്ഛേദം 265. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 265. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷമേത്? കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം. ഓപ്ഷൻ സി 1998. 1998 കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം, സ്പോഞ്ച് അയൺ. തന്നിരിക്കുന്നവയിൽ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ സി ട്രിഷിയം. ട്രിഷിയമാണ് തന്നിരിക്കുന്നവയിൽ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ്. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഏതാണ്? കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി തെളിമ. തെളിമയാണ് കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതാണ്? ഓപ്ഷൻ എ വാസുകി. വാസുകിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയ കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയ കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയ കമ്മിറ്റി. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി ഒറ്റപ്പാലം. ഒറ്റപ്പാലത്താണ് 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനമേത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനമേത്? ഓപ്ഷൻ എ ഗീർ വനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്നത് ഗീർ വനത്തിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1951.
1951 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്. പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ? പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ ഓപ്ഷൻ ഡി മിഹിർ സെൻ. മിഹിർ സെൻ ആണ് പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ. ഒരു നിർവീര്യ പദാർത്ഥത്തിൻ്റെ pH മൂല്യം? ഒരു നിർവീര്യ പദാർത്ഥത്തിൻ്റെ pH മൂല്യം ഓപ്ഷൻ ഡി 7. ഒരു നിർവീര്യ പദാർത്ഥത്തിൻ്റെ pH മൂല്യം 7 ആണ്. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി എക്കോ സൗണ്ടർ. എക്കോ സൗണ്ടറാണ് കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. കസ്തൂർബ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത്? കസ്തൂർബ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത്? ഓപ്ഷൻ ഡി ആഗാഖാൻ പാലസ് ജയിൽ. ആഗാഖാൻ പാലസ് ജയിലിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ എ കുടൽ. കുടലാണ് കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.